കണ്ണൂർ കണ്ണപുരം സ്ഫോടനത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പടുവലായി സ്വദേശി അനീഷ്, ഉരുവച്ചാൽ സ്വദേശി രഹീൽ എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി അനൂപ് മാലികിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ഈ അനൂപിന്റെ പേര് മാത്രമാണ് നേരത്തെ ഉയർന്നു കേട്ടത്, അനൂപ് മാലിക്. പക്ഷേ ഇപ്പോൾ 2 പേർ, ഇവർ കൂട്ടുപ്രതികളാണോ? എന്താണ്, ഏത് രീതിയിലാണ് ഈ സംഭവവുമായി ഈ 2 പേർക്കുള്ള ബന്ധം? പ്രജിൻ, ഈ കേസിലെ മുഖ്യപ്രതി അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന മൊഴി അനൂപ് മാലിക് നൽകിയത്. അത് പ്രകാരമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പടുവലായി സ്വദേശിയായിട്ടുള്ള അനീഷ്, അതോടൊപ്പം ഉരുവച്ചാൽ സ്വദേശിയായിട്ടുള്ള രഹീൽ എന്നിവരെ കണ്ണപുരം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പങ്ക് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: അനൂപ് മാലിക്കിന് ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതും, അതിനുശേഷം ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതിന് പിന്നാലെ ഇത് കൃത്യമായി ഓർഡർ ലഭിച്ചത് പ്രകാരം വിൽപ്പന നടത്തുന്നതും ഈ 2 പ്രതികൾ, നിലവിൽ പിടിയിലായിട്ടുള്ള അനീഷും മറ്റൊരു ഉരുവച്ചാൽ സ്വദേശിയായിട്ടുള്ള മറ്റൊരു പ്രതിയുമാണ് എന്നതാണ് ഈ പോലീസ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അതുപ്രകാരം ഇവർ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഇവർ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അനൂപ് മാലിക്കുമായി നേരിട്ട് ഇത്തരം ഇടപാടുകൾ നടത്തുന്നവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പ്രതികൾ. ഈ കണ്ണപുരത്തെ വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായപ്പോൾ അവിടെ നിർമ്മിച്ച ഈ സ്ഫോടക വസ്തുക്കളും അതും ഈ 2 പ്രതികൾ തന്നെയാണ് വിൽപ്പന നടത്താൻ ഉദ്ദേശിച്ചത്. അതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ കൃത്യമായ പങ്ക് വ്യക്തമായതോടെയാണ് ഈ 2 പേരെ കൂടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുന്നത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.